ബഹുമാന്യയായിട്ടുള്ള ശ്രീമതി OS അംബിക, അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. സാർ, 24-25 സാമ്പത്തിക വർഷത്തിലെ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുന്നു സാർ. അതോടൊപ്പം പുതിയതായി ചാർജ് എടുത്ത വകുപ്പ് മന്ത്രി ശ്രീ കേളേട്ടനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം നേരത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ച ശ്രീ മഞ്ഞളാംകുടി അലി അവർകൾ രാധാകൃഷ്ണൻ സഖാവിനെ നമ്മുടെ നാടിനാകെ മാതൃകയായി പട്ടികജാതി വകുപ്പ് വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ച മന്ത്രിയെ നാട് കടത്തി എന്ന് പറയുന്നത് വളരെയേറെ ദയനീയമായി തോന്നുകയാണ്. കാരണം അവരുടെ MPമാരിവിടൊക്കെ നാട് കൂടോത്രം ചെയ്ത് വിട്ടതല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ആണ് അദ്ദേഹം MP ആയി പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത്. സർ, നവകേരള നിർമ്മിതിക്കായി കാലത്തിന് അനുയോജ്യമായ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നു ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ. സർ, മുഖ്യധാരയിൽ നിന്നും വിവിധങ്ങളായ സാമൂഹ്യ സാഹചര്യങ്ങളാൽ അകറ്റി നിർത്തപ്പെട്ടിട്ടും അവഗണനയും ഒറ്റപ്പെടുത്തലുകളും നേരിട്ട് ഒരു സമൂഹത്തെ ചേർത്തു പിടിച്ച നാടുകളാണ് സാർ കഴിഞ്ഞ 8 വർഷത്തെ ഭരണം. എല്ലാവർക്കും സ്വന്തമായി ഭൂമി എന്ന നയം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി പുനരധിവാസ പദ്ധതി അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 55-ൽ നിന്നും 70 ഉയർത്തി. മാത്രവുമല്ല, വരുമാന പരിധി 50,000-ൽ നിന്ന് 1,00,000 ഉയർത്തി. സാർ, പട്ടികജാതിക്കാരിൽ തന്നെ ദുർബലരായ വിഭാഗങ്ങൾ ആയ നായാടി, കള്ളാടി, ചക്ലിയാർ, വേടാർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്ക് ഭൂമിയോടൊപ്പം പാർപ്പിടം ഒരുക്കുന്നതിനും 7.5 ലക്ഷം രൂപ വരെ നൽകുന്നു സാർ. തൊഴിൽ സംരംഭത്തിന് 5 ലക്ഷം രൂപ വരെയും നൽകി വരുന്നുണ്ട് സാർ. പട്ടികജാതിക്കാർ തന്നെ ദുർബലരായ ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണനയിൽ സവിശേഷമായ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ഇവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവർക്ക് ആനുകൂല്യം നൽകി വരുന്നത്. സാർ, സ്വന്തം ഭൂമി എന്നത് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സ്വന്തം ഭൂമിയായി തന്നെ മാറുകയാണ്. പറഞ്ഞു വരുന്നത്, പുനരധിവാസ പദ്ധതി പ്രകാരം ലഭ്യമായ ഭൂമി സർക്കാർ അനുമതിയോടെ പണയപ്പെടുത്തിയുള്ള അനുപാതം ലഭ്യമാക്കിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. സാർ, വീട് നിർമ്മിക്കാൻ, കുടുംബാംഗങ്ങളെ ചികിത്സിക്കാൻ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ, പെൺമക്കളെ വിവാഹം കഴിപ്പിക്കുവാൻ ഒക്കെ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ആധാരം പണയപ്പെടുത്തി കണ്ടെത്താറുണ്ട് സാർ. സാർ, അത്തരത്തിലൊരു സാധ്യത തിരിച്ചടയ്ക്കൽ ശേഷി ഉണ്ടായിട്ടും ന്യായമായ പലിശയ്ക്ക് വായ്പ കിട്ടാതെ വട്ടിപ്പലിശയും കൊള്ളപ്പലിശയും നൽകി വരുന്ന സാഹചര്യത്തിൽ നിന്നും പ്രമാണം പണയപ്പെടുത്തി സഹകരണ ബാങ്കുകളിൽ നിന്നും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും തുക കണ്ടെത്തുവാനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഇവർക്ക് ലഭ്യമായിരിക്കുന്നത്. യുവജനങ്ങളെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളുമാക്കുന്ന പദ്ധതിയാണ് ഉന്നതി. ഇതിനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് കേരള എൻവയർമെൻറ്റ് സൊസൈറ്റി. സാർ, പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവജനങ്ങൾക്ക് സർക്കാർ സംവിധാനത്തിനുള്ള കീഴിൽ ഓണറേറിയത്തോടുകൂടി പരിശീലനം നൽകുന്ന നൂതന പദ്ധതിയാണ് ട്രേസ് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻറ്റ്. വലിയ പ്രതീക്ഷയാണ് സാർ. പട്ടികജാതി വിഭാഗത്തിലെ പ്രൊഫഷണൽ ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇതുവഴി നൽകിയത് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമോ ഡിപ്ലോമോ പാസ്സായ 500 പട്ടികജാതി വിഭാഗക്കാർക്ക് എഞ്ചിനീയർമാരായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിയമനം നൽകി വരുന്നു. പട്ടികവർഗ വിഭാഗത്തിലെ 500 പേർക്ക് പ്രത്യേക നിയമന നടപടികൾ സ്വീകരിച്ചാണ് PSC വഴി ബീറ്റ് പോലീസ് ഓഫീസർമാരായി നിയമനം നൽകി വരുന്നത്. സാർ, ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരേ സമയത്ത് തദ്ദേശവാസികളായ 500 പേർ സർക്കാർ സർവീസിൽ പ്രവേശിച്ചതും ഈ സർക്കാരിൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിയമനത്തിലൂടെയാണ് സാർ. കാടിൻ്റെ ചലനം അറിയുന്നവർ, പ്രകൃതിയെ അറിയുന്നവർ, വനത്തിലെ മൃഗത്തിൻ്റെ ഓരോ അനക്കങ്ങളും മനസ്സിലാക്കുന്നവർ, അവർ തന്നെയാണ് വനത്തിൻ്റെ സംരക്ഷകരായി ഏൽപ്പിച്ചിരിക്കുന്നത് സാർ. കാടിൻ്റെ മക്കൾ കാടിൻ്റെ സംരക്ഷകരായി മാറുന്ന കാഴ്ചയാണ് ഈ നടപടിയിലൂടെ നാം സാക്ഷ്യം വഹിച്ചത്. 2.5 ലക്ഷത്തിനുമേൽ വരുമാനമുള്ള പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നിഷേധിച്ചപ്പോൾ തുക വകയിരുത്തി വരുമാന ഭേദമില്ലാതെ എല്ലാ പട്ടികജാതി വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു സാർ. IMM, IIT, NFT ഉൾപ്പെടെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിൽ CAICW എന്ന കമ്പനി സെക്രട്ടറി തുടങ്ങിയ കോഴ്സുകൾക്കും സ്വകാര്യ സർവകലാശാലകൾ, വൊക്കേഷണൽ ട്രെയിനിങ് സ്ഥാപനങ്ങൾ, സംസ്ഥാനത്തിന് പുറത്ത് പഠനം നടത്തുന്നവർ തുടങ്ങിയവർക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കി മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചു സാർ. കണ്ണൂരിലെ ആലക്കോട് സ്വദേശിയായ ഗോപിക ഗോവിന്ദൻ കേരളത്തിലെ പട്ടികവർഗത്തിൽ നിന്നുള്ള ആദ്യ എയർ ഹോസ്റ്റസായി എന്ന നേട്ടവും സ്വന്തമാക്കി സാർ. തളിപ്പറമ്പ് സ്വദേശിയായ സങ്കീർത്തന ദിനേശ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ആദ്യ പട്ടികജാതി യുവതിയാണ് സാർ.
രണ്ടുപേർക്കും നേട്ടം സ്വന്തമാക്കുവാൻ സഹായമായത് സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് വഴി നടപ്പിലാകുന്ന വിങ്സ് എന്ന പദ്ധതിയിലൂടെയാണ് സാർ. ഇത്തരം തൊഴിൽ സാധ്യതകൾ തങ്ങൾക്ക് കൂടെ ഉള്ളതാണെന്ന് ധൈര്യം പകരുവാൻ പട്ടികജാതി വിഭാഗത്തിലെ യുവാക്കളെയും യുവതികളെയും പ്രാപ്തരാക്കിയ പദ്ധതിയാണ് സാർ ഇത്. ഏറെ എടുത്തു പറയേണ്ട കാര്യം, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ള കൈത്താങ് പദ്ധതിയുടെ പ്രതിമാസം 2000 രൂപയായി ഉയർത്തി സാർ. പട്ടികജാതി പെൺകുട്ടികൾക്ക് വിഭാഗ ധനസഹായം 1,25,000 പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 1,00,000 ഉയർത്തി സാർ. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ രാവിലെ പകലാക്കി അധ്വാനിക്കുന്ന ഇത് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് സാർ. അംബേദ്കർ ഗ്രാമ പദ്ധതി സമഗ്രമായി പരിഷ്കരിച്ചു സാർ. എൻ്റെ മണ്ഡലത്തിൽ 6ഓളം അംബേദ്കർ ഗ്രാമ പദ്ധതിക്ക് ഈ ഗവൺമെൻറ് ഈ 3 വർഷം കൊണ്ട് ആ 6 പദ്ധതികൾക്ക് എൻ്റെ മണ്ഡലത്തിൽ 6 വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ സാധിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് സാർ. 25 കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യക്തിഗതാനുകൂല്യ പ്രവൃത്തികൾ ഏജൻസികൾക്ക് പകരം നൽകുന്ന ഗുണഭോക്താക്കൾക്ക് തന്നെ നൽകുവാൻ കഴിയുന്ന രീതിയിലാണ് സാർ പരിഷ്കരിച്ചത്. കൂടുതൽ ജനകീയമായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അടക്കമുള്ള നിരവധി ഏജൻസികളെ നടത്തിപ്പിനായി ചുമതലപ്പെടുത്തിയത് വീടുകളുടെ പുനരുദ്ധാരണ സഹായ പദ്ധതി 1.5 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു സാർ. കമ്മിറ്റിയിലെ പ്രദേശത്തെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ച് പദ്ധതി നിർവഹണം സുഗമമാക്കുവാൻ സാധിച്ചത് മുൻവർഷങ്ങളിൽ പൂർത്തീകരിക്കാതെ പോയ 380 പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു സാർ. ഒക്കെ ഏറെ അഭിനന്ദന അർഹമാണിതിന് മുൻകൈയെടുത്തവരെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സാർ. പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നവീകരിക്കുന്നതിന് ശ്രദ്ധ കാണിച്ചതും വളരെ അഭിനന്ദനാർഹമാണ് സാർ. എല്ലാ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി മാറുന്ന കാലത്തിനനുസരിച്ച് എല്ലാ മേഖലകളിലും മുന്നേറുവാൻ അറിവ് നൽകുന്ന തരത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഹോസ്റ്റലുകളിലും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ മെൻസ് അലവൻസ് വർദ്ധിപ്പിച്ചു സാർ. പഠനകാര്യങ്ങൾ സഹായിക്കുന്നതിന് ഏറെ പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളും റെസിഡന്റ് ട്യൂട്ടർമാരെ നിയമിച്ചു സാർ. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളായ രാംസൺ ഗ്രാന്റ്, പോക്കറ്റ് മണി എന്നിവ നിലവിലുള്ള നിരക്കിന്റെ 20% വർദ്ധിപ്പിച്ച് വിദ്യാർത്ഥികളുള്ള സ്പെഷ്യൽ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു സാർ. ഗവേഷണ വിദ്യാർത്ഥികളുള്ള അപേക്ഷ പ്രായപരിധി ഉയർത്തി വിദേശത്ത് പോയി പഠിക്കുന്നതിന് 563 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സാധിച്ചത് സർക്കാർ ധനസഹായത്തോടു കൂടിയാണ് സാർ. സോഷ്യൽ വോട്ട് നടത്തുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുന്നു സാർ. സാമൂഹ്യവും ചരിത്രപരവുമായ സാഹചര്യങ്ങളാൽ പിന്തള്ളപ്പെട്ടിരിക്കുന്ന അധികൃതർ എന്ന മുദ്രകുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ജനതയെ പൊതുസമൂഹത്തിനോടൊപ്പം അഭിമാനകരമായ നേട്ടങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തോട് തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന അവകാശബോധവും ആത്മവിശ്വാസവും ഉള്ളവരായി ജീവിക്കുവാൻ പ്രാപ്തി നൽകുന്നതിന് ഈ സർക്കാർ ആവിഷ്കരിച്ച് മാതൃകാപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥന ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.